ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രൂപീകരിക്കപ്പെട്ട അധികം കാലം ആവുന്നതിന് മുമ്പ് നാഷണൽ ലെവലിൽ നിരവധി കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള മലയാളികളുടെ സ്വന്തം ക്ലബ്ബെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഗോകുലം കേരള എഫ് സിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവരുടെ പ്രീ സീസൺ ട്രെയിനിന്റെ കാര്യമൊക്കെ ആകെ മൊത്തം അവതാളത്തിലാണ്. നമ്മൾ വളരെ നേരത്തെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അധികൃതരും ഗോകുലം കേരളയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്. അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരുപാട് തർക്കങ്ങളുണ്ട്. ഇപ്പം അതിന്റെ അധികൃതർ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവെക്കുകയാണെന്നാണ് അറിയുന്നത്. ഈ വി സി പ്രവീൺ എന്ന് പറയുന്ന പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ലബ്ബ് രൂപീകരിക്കപ്പെട്ട ശേഷം ഈ ഒരു സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കുമായി കോടികളാണ് ഗോകുലം കേരള എഫ് സി എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബ് ചെലവാക്കിയത്. കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന മറ്റു ടൂർണമെന്റുകളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടും കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. തുടക്കകാലത്തിലൊന്നും ഈ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ അധികൃതരും ഗോകുലം കേരള എഫ് സിയുടെ അധികൃതരും തമ്മിൽ യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം പുതിയ ഭരണസമിതി വന്നതിന് ശേഷം കാര്യങ്ങൾ മൊത്തം അവതാളത്തിലായി എന്നാണ് വി സി പ്രവീൺ പറയുന്നത്. നേരത്തെ തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇനി കേരളത്തിൽ തുടരാൻ പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്കോ മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്കോ ഷിഫ്റ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുമെന്ന്. ഗോകുലം കേരളയുടെ റെസിഡൻഷ്യൽ അക്കാദമി കേരളത്തിലല്ല സ്ഥാപിച്ചിരിക്കുന്നത്, കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ കൊണ്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മുടെ അധികൃതർ വോട്ടിന് വേണ്ടി ഞങ്ങൾ ഫുട്ബോളിനെ വളർത്തും ക്രിക്കറ്റിനെ വളർത്തും എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു തേങ്ങ ഇവിടെ ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഗോകുലത്തിനൊക്കെ ഇങ്ങനെ ഓടേണ്ട അവസ്ഥ വരുമോ? ബ്ലാസ്റ്റേഴ്സ് തന്നെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തതാണ്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ ഈ മാനേജ്മെന്റും വെറും ഊളകളായതുകൊണ്ടാണ് പിന്നെ അതിനെക്കുറിച്ച് വലുതായിട്ട് ഫോളോ അപ്പ് ഒന്നും ചെയ്യാഞ്ഞത്.